സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിയാനുള്ള മറ്റൊരു അടയാളമാണ് ഖാത്തമുൻ നുബുവ എന്ന് പറയുന്നത്. നുബുവത്തിന്റെ സീല് എന്ന് പറയും. ഹബീബായ തങ്ങളെ നേരിട്ട് കണ്ട സ്വഹാബത്ത് അത് എങ്ങനെയാണ് എന്നും എവിടെയാണെന്നും വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ സായിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാന് എൻ്റെ അമ്മായിന്റെ കൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പോയി. അമ്മായി മുത്തനബി തങ്ങളോട് പറഞ്ഞു, ഇന്ന ഇബ്ന ഉഖ്തി വജുഉൻ, എൻ്റെ സഹോദരന്റെ ഈ മകനിക്ക് ഒരു പ്രത്യേക അസുഖമുണ്ട്, തങ്ങളൊന്ന് മന്ത്രിക്കണം. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫമസഹ റഅസി വദഅ ലി ബിൽ ബറക, എൻ്റെ തല ഇങ്ങനെ തടവിയിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്തു. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വുളൂ ചെയ്യാൻ വേണ്ടി നിന്നു. അങ്ങനെ ഫശരിബുദ്ദു മിൻ വളൂഇഹി, ഞാൻ മുത്തുനബി തങ്ങള് ഒളുണ്ടാക്കിയ വെള്ളത്തിൽ നിന്ന് ഞാൻ ബർക്കത്തിന് വേണ്ടി കുടിച്ചു. സുമ്മ കുന്തു ഖൽഫ ലഹരിഹി, പിന്നെ ഞാൻ തങ്ങളുടെ പിന്നിലേക്ക് മാറി നിന്നു. മഹാനായ സായിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫനദർതു ഇലാ ഖാത്തമിൻ നബുവ, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാത്തമുൻ നബുവത്ത് കണ്ടു. എവിടെയാണ് അതുള്ളത്? ബൈന കത്തിഫൈഹി, രണ്ട് ചുമലുകൾക്കിടയിലായിട്ട് പിറകു വശത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമായിട്ടുള്ള ഒരു ഖാത്തം, ഒരു സീല് എന്ന് പറയും. നുബുവത്തിന്റെ സീല് കണ്ടു എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുന്നത് കാണാം. അതുപോലെ തന്നെ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റഅയ്തുൽ ഖാത്തമ ഇൻദ കത്തിഫൈഹി, തങ്ങളുടെ രണ്ട് ചുമലുകൾക്കിടയിൽ ഞാൻ ഖാത്തമുൻ നുബുവത്തിനെ കണ്ടു. അത് ഏതുപോലെയുണ്ട്? മിസ്ല ബൈളത്തിൽ ഹമാമത്തി, ഒരു പ്രാവിന്റെ മുട്ടയുടെ വലുപ്പത്തിലാണ് അതുള്ളത്. ഒരു പ്രാമുട്ടയുടെ വലുപ്പത്തിലുള്ള ഒരു സീല് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് ചുമലുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് ഹബീബായ തങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. തങ്ങളെ തിരിച്ചറിയാനുള്ള അടയാളമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ പഠിപ്പിച്ചതും കൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബായ തങ്ങളെ ബർക്കത്തോട് അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അവിടുത്തെ കാണുമ്പോൾ തിരിച്ചറിയാനുള്ള ഒരു ഭാഗ്യം നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ